കോഴിക്കോട് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോഴിക്കോട്ട് അവലോകന യോഗം ചേർന്നു. രോഗം ബാധിച്ച 43-കാരൻ വെന്റിലേറ്ററിൽ അതേസമയം തുടരുകയാണ്. സംസ്ഥാനത്ത് ഇതുവരെ 135 പേർക്ക് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നത ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോഴിക്കോട് കലക്ട്രേറ്റിൽ അവലോകന യോഗം ചേർന്നു. നിപ പ്രതിരോധ നടപടികളും ഒപ്പം ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളും യോഗത്തിൽ വിശദമായി തന്നെ ചർച്ചയായി. നിലവിൽ പുതിയ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ ലക്ഷണം ഉണ്ടായിരുന്ന 11 പേരെ പരിശോധിച്ചു. ഇന്ന് അതിന്റെ റിസൾട്ടൊക്കെ നെഗറ്റീവാണ്. രോഗം സ്ഥിരീകരിച്ച 43 വയസ്സുകാരൻ രാമനാട്ടുകര സ്വദേശി അതിഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. 10-ാം തീയതി രാത്രി 12 മണിക്കാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. അപ്പോൾ മുതൽ തന്നെ ഈ റിബാവിറിൻ മരുന്ന് നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ മോണോക്ലോണൽ ആന്റിബോഡി അതിന്റെ ആദ്യ ഡോസ് ജൂൺ 12-ാം തീയതി തന്നെ നൽകിയിരുന്നു. സംസ്ഥാനത്ത് പിന്നീട് കൂടുതൽ ആശങ്കയായി നിലനിൽക്കുന്നത് ഷിഗല്ല രോഗബാധയാണ്. ഈ വർഷം ഇതുവരെ 135 പേർക്കാണ് സംസ്ഥാനത്ത് ഷിഗല്ല രോഗം ബാധിച്ചത്. 3 മരണവുമുണ്ടായി. 2 മരണങ്ങൾ കോഴിക്കോട്ടും 1 മലപ്പുറം ജില്ലയിലുമാണ്. കോഴിക്കോട്ട് ജില്ലയിൽ 3ഉം 4.5 വയസ്സുമുള്ള കുട്ടികളും മലപ്പുറം ജില്ലയിൽ 59 വയസ്സുകാരിയുമാണ് മരിച്ചത്. ഇപ്പോൾ 4 കുട്ടികൾ ഇവിടെ ICUവിലുണ്ട്. 2 കുട്ടികളുടെ സ്ഥിതി കുറച്ച് മോശമാണ്. എന്നാലും അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നിപ്പയിലും ഷിഗല്ലയിലും ജനങ്ങൾ കൃത്യമായ ജാഗ്രത തുടരണം എന്ന് ആവർത്തിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യമേഖല പരാജയമെന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ മറുപടിയുമായി മന്ത്രി കെ മുരളീധരൻ. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രി കോഴിക്കോട് ക്യാമ്പ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായില്ല. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ക്യാബിനറ്റ് ചേർന്നയാളാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി. ഒരു കാര്യമുള്ളത്, രാഷ്ട്രീയമായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിത് കുറേ കണ്ടതാണ്. പണ്ട് പറയുന്ന പോലെ വെടിക്കെട്ടുകാരനെ ഉടുക്കൂട്ടി പേടിപ്പിച്ചാലൊന്നും നടക്കില്ല. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം വിമർശനങ്ങളും പ്രതിഷേധങ്ങളും നേരിട്ട വകുപ്പുകളിലൊന്നാണ് ആരോഗ്യം. UDF സർക്കാരിന്റെ തുടക്ക നാളുകളിൽ തന്നെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് പ്രതിപക്ഷം. നിപ സ്ഥിരീകരിച്ചിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ആരോഗ്യമന്ത്രി കോഴിക്കോട് ക്യാമ്പ് ചെയ്യാത്തതും DHSനെ മാറ്റിയതും പാലക്കാട്ടെ കൊളറ കേസ് സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചതും ഉൾപ്പെടെ വിഷയങ്ങൾ ചൂണ്ടിയാണ് അടിമുടി വീഴ്ചയെന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിരോധിക്കേണ്ട ഘട്ടമാണ്. പക്ഷേ അതിന് നേതൃത്വം കൊടുക്കേണ്ട ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണ സംവിധാനവും സാധാരണ നിലക്കുള്ള ഏകോപനമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര നഗരസഭ ഉൾപ്പെടുന്ന ബേപ്പൂർ മണ്ഡലത്തിലെ MLA PM മുഹമ്മദ് റിയാസിനെ പോലും ഏകോപനങ്ങളിൽ ഉൾപ്പെടുത്തുന്നില്ലെന്നും ആക്ഷേപമുന്നയിച്ചു. കേരളത്തിലെ ജനങ്ങൾ ഉത്കണ്ഠപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരെയും മുന്നോട്ടേക്ക് നയിക്കേണ്ടുന്ന ഗവൺമെൻറ്, അതുപോലെ തന്നെ മന്ത്രി ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിമർശനങ്ങൾക്ക് പതിവ് ശൈലിയിൽ ശക്തമായ ഭാഷയിലാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ മറുപടി. ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തരുതെന്നും മന്ത്രി. ഇവിടെ തന്നെ ഞാൻ ക്യാമ്പ് ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞതിലാണ് എനിക്ക് അത്ഭുതം. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അമേരിക്കയിൽ ഇരുന്ന് ഇവിടുത്തെ ക്യാബിനറ്റിൽ അധ്യക്ഷത വഹിച്ചാണ്. അപ്പോൾ പിന്നെ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിലെ മുഴുവൻ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നൊരു തെറ്റുണ്ടോ? എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഏതായാലും അമേരിക്കയിലേക്ക് പോകുന്ന ദൂരമില്ലല്ലോ തിരുവനന്തപുരം കോഴിക്കോട് ആയിട്ട്. ഏതായാലും അറ്റ് പ്രസൻറ്റ് ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല. ഇനി അങ്ങനെ വന്നാൽ വരും. ആരോഗ്യമന്ത്രി കെ മുരളീധരനെതിരെ വിമർശനങ്ങൾ കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.